അശ്ലീല സാഹിത്യത്തിന് മുതൽക്കൂട്ടാകുന്നതായിരിക്കും പുറത്തിറങ്ങാനിരിക്കുന്ന കർത്താവിൻ്റെ നാമത്തിലെന്ന സിസ്റ്റർ ലൂസിയുടെ പേരിലുള്ള ആത്മകഥയെന്ന് ഫാദർ നോബിൾ പാറയ്ക്കൽ. അടക്കമില്ലാത്ത ജീവിതത്തിനും നിയന്ത്രണമില്ലാത്ത കണ്ണിനും പിടിച്ചുകെട്ടാത്ത ചിന്തയ്ക്കും മാത്രമേ ഇത്രയും അശ്ലീലം ചിന്തിക്കാനും പറയാനും കഴിയൂ എന്നും ഫാദർ നോബിൾ യൂട്യൂബിൽ നൽകിയിരിക്കുന്ന തൻ്റെ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി. സിസ്റ്റർ ലൂസി കളപ്പുരയുടെ പുറത്തിറങ്ങാനിരിക്കുന്ന ആത്മകഥയിലെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വാരിക പ്രസിദ്ധീകരിച്ചിരുന്നു. അത് സംബന്ധിച്ച് യൂട്യൂബിലൂടെ പ്രതികരിക്കുകയായിരുന്നു ഫാദർ നോബിൾ പാറയ്ക്കൻ. സന്യാസ സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കന്യാസ്ത്രീയുടെ ഒരു രചന കൂടി പുറത്തിറങ്ങുന്നുവെന്നും അത് വായനക്കാരെ ഇക്കിളിപ്പെടുത്തുന്നതാണെന്ന സൂചനകളാണ് ലഭിക്കുന്നതെന്നും ഫാദർ നോബിൾ പാറയ്ക്കൻ തന്റെ യൂട്യൂബ് വീഡിയോയിലൂടെ പ്രതികരിച്ചു. ഈ അശ്ലീല ഗ്രന്ഥങ്ങളുടെ നിരയിലേക്ക് ഈയിടെ സന്യാസ സമൂഹത്തിൽ നിന്ന് പലവിധ കാരണങ്ങളുടെ പേരിൽ പുറത്താക്കപ്പെട്ട മറ്റൊരു കന്യാസ്ത്രീയുടെ രചന കൂടി ഇടം പിടിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. കർത്താവിന്റെ നാമത്തിൽ ഇറങ്ങുന്ന പുതിയ അശ്ലീല പുസ്തകം എത്രമാത്രം ഇക്കിളിപ്പെടുത്തുന്നതായിരിക്കും എന്ന് അനുവാചകരെ അറിയിക്കാൻ അതിൻ്റെ ഒരു ഭാഗം മാതൃഭാഷയെ അപമാനിക്കാനുണ്ടായ മറ്റൊരു മാധ്യമം ഈ ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. അത് വായിച്ചാൽ എന്തുകൊണ്ടാണ് ആ സന്യാസ സമൂഹം അവരെ പുറത്താക്കിയത് എന്ന് കേരളത്തിലെ പ്രബുദ്ധ സമൂഹത്തോട് പിന്നീട് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടാവില്ല. ഒരു കന്യാസ്ത്രീയുടെ ഇക്കിളിപ്പെടുത്തുന്ന ഭാവനാകൽപിതമായ ലൈംഗിക വർണ്ണനകൾ കേൾക്കാൻ കേരള സമൂഹത്തോട് കാത്തിരിക്കാൻ പറയുന്ന വിസർജ്യം പ്രസിദ്ധീകരിക്കുന്ന പ്രസ്തുത പ്രസാധകരും അതിന് തയ്യാറാകുന്ന മുൻ കന്യാസ്ത്രീയും മരവിച്ചും അതപ്പതിച്ചും പോകുന്ന മലയാളി ധാർമ്മികതയ്ക്ക് ഉത്തമമായ ഉദാഹരണങ്ങളാണ്. ക്രൈസ്തവ സന്യാസമെന്ന പവിത്രമായ മുത്ത് പന്നികൾക്ക് മുമ്പിൽ എറിഞ്ഞിട്ട് കൊടുക്കുന്നവർ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ആ മുത്ത് ചവിട്ടി നശിപ്പിച്ച ശേഷം അവർ നിങ്ങളെ തിരിഞ്ഞാക്രമിക്കും. നിങ്ങൾ എഴുതിയ ഓരോ വാക്കിലെയും അശ്ലീലം മൂലം താണമുഖത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ കന്യാസ്ത്രീയുടെയും കണ്ണുനീർ കർത്താവിന്റെ നാമത്തിൽ തന്നെ നിങ്ങളെ മുക്കിക്കളയുമെന്നും ഫാദർ നോബിൾ പാറയ്ക്കൻ പറഞ്ഞു. ഒരു കന്യാസ്ത്രീ അമ്മ പറഞ്ഞവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: അടക്കമില്ലാത്ത ജീവിതത്തിനും നിയന്ത്രണമില്ലാത്ത കണ്ണിനും പിടിച്ചുകെട്ടാത്ത ചിന്തയ്ക്കും മാത്രമേ ഇത്രയും അശ്ലീലം ചിന്തിക്കാനും പറയാനും കഴിയൂ അത്രേ. ക്രൈസ്തവ സന്യാസം എന്ന പവിത്രമായ മുത്ത് പന്നികൾക്ക് മുൻപിൽ എറിഞ്ഞിട്ട് കൊടുക്കുന്നവർ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ആ മുത്ത് ചവിട്ടി നശിപ്പിച്ച ശേഷം അവർ നിങ്ങളെ തിരിഞ്ഞാക്രമിക്കും. ഇത് കർത്താവിൻ്റെ വചനമാണ്. നിങ്ങൾ എഴുതിയ ഓരോ വാക്കിലെയും അശ്ലീലം മൂലം താണമുഖത്തോടെ പ്രാർത്ഥിക്കുന്ന ഓരോ കന്യാസ്ത്രീയുടെയും കണ്ണീര് കർത്താവിന്റെ നാമത്തിൽ തന്നെ നിങ്ങളെ മുക്കിക്കളയുകയും ചെയ്യും. കന്യാസ്ത്രീ മഠങ്ങളെക്കുറിച്ചും കത്തോലിക്ക സഭയെക്കുറിച്ചും വളരെ മോശമായ രീതിയിൽ എഴുതിയിരിക്കുന്ന പുസ്തകം അശ്ലീല സാഹിത്യത്തിന് മുതൽക്കൂട്ടാകുന്നതായിരിക്കുമെന്ന ഫാദർ നോബിൾ പാറയ്ക്കന്റെ വീഡിയോ നിരവധി പേർ ഇതിനകം കണ്ടുകഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.